So hello my dear friends, welcome back to Negentropy BTech Tuition. This is Afsal. നമ്മൾ ഇന്നൊരു ബ്രാൻഡ് ന്യൂ ടോപ്പിക്കിലേക്ക് കടക്കുകയാണ്, ഫ്ലൂയിഡ് മെക്കാനിക്സിലെ ഫ്ലൂയിഡ് ഡൈനാമിക്സ്. ഈ ഫ്ലൂയിഡ് ഡൈനാമിക്സിൽ ഫ്ലൂയിഡ്സിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സുകളെ പറ്റി മാത്രമാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. തൊട്ടുപിന്നെ നമ്മൾ പഠിച്ച് അവസാനിപ്പിച്ച ടോപ്പിക്കാണ് ഫ്ലൂയിഡ് കൈനമാറ്റിക്സ്. അതിൽ ഫ്ലൂയിഡ്സിൻ്റെ മോഷൻസിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക്കായിരുന്നു. ഈ പറയുന്ന മോഷൻ ക്യാരക്ടറിസ്റ്റിക്സ് ആയിട്ടുള്ള ഡിസ്പ്ലേസ്മെൻറ്റ്, വെലോസിറ്റി, ആക്സിലറേഷൻ, റൊട്ടേഷൻ, സർക്കുലേഷൻ, വോർട്ടിസിറ്റി പോലുള്ള പാരാമീറ്റേഴ്സ് ആയിരുന്നു. അവിടെ ഒരു സ്ഥലത്തും ഈ മോഷന് കാരണക്കാരനായ ഫോഴ്സിനെ നമ്മൾ ടച്ച് ചെയ്തിട്ടേ ഇല്ല, ഫോഴ്സിനെ പറ്റി നമ്മൾ പറഞ്ഞിട്ടേ ഇല്ല. അതിനുവേണ്ടി മാത്രമായി എക്സ്ക്ലൂസീവായിട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്ന ടോപ്പിക്കാണ് ഫ്ലൂയിഡ് ഡൈനാമിക്സ്. സോ നമ്മൾ ഇന്ന് മുതൽ ഫ്ലൂയിഡ് ഡൈനാമിക്സ് എന്ന പുതിയ ലോകത്തേക്ക് കടക്കുകയാണ്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക, വളരെ വളരെ ഇമ്പോർട്ടൻസ് ഉള്ള ഒരു ടോപ്പിക്കാണ്. നമുക്ക് ആദ്യം ഒരു ഫ്ലൂയിഡ് ഫ്ലോ നടക്കുമ്പോൾ ആ ഫ്ലൂയിഡ് ഫ്ലോയിൽ അല്ലെങ്കിൽ ആ ഫ്ലൂയിഡ്സിൻ്റെ പുറത്ത് എക്സേർട്ട് ചെയ്യുന്ന ജനറലി എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സുകളെ പറ്റി ഒന്ന് പരിചയപ്പെടാം. കാരണം ഇവിടെ കംപ്ലീറ്റ്ലി പഠിക്കുന്നതാണ് ആ ഫ്ലൂയിഡിൽ എക്സേർട്ട് ചെയ്യുന്ന ഫോഴ്സുകളെ പറ്റിയാണ്. അപ്പോൾ എന്തൊക്കെ ജനറൽ ഫോഴ്സുകളാണ് നമ്മൾ പഠിക്കുന്നത്, എന്തൊക്കെ ജനറൽ അപ്രോച്ചുകളാണ് നമ്മൾ ഈ പറയുന്ന ഫ്ലൂയിഡ് ഡൈനാമിക്സിന് വേണ്ടി ഉപയോഗിക്കുന്നത്, ഇത് അറിഞ്ഞിരുന്നാൽ മാത്രമേ നമുക്കിനി മുമ്പോട്ട് പോകാൻ പറ്റത്തുള്ളൂ. സോ generally forces acting on the fluids are ഇതിൽ ഫസ്റ്റ് ഫോഴ്സ് എന്ന് പറയുന്നത് നമുക്കെല്ലാവർക്കും വളരെ പരിചയമുള്ള പ്രഷർ ഫോഴ്സസ് ആണ്. എന്താണ് പ്രഷർ ഫോഴ്സസ്? രണ്ടാമത്തെ ഫോഴ്സ് നമ്മൾ കുഞ്ഞുനാൾ മുതലേ പരിചയമുള്ള ഫോഴ്സാണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സസ്. എന്താണ് ഗ്രാവിറ്റേഷണൽ ഫോഴ്സസ് എന്ന് പറയുന്നത്? ആ ഫ്ലൂയിഡിൻ്റെ വെയിറ്റും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, കൺസിഡർ ചെയ്യുന്നുണ്ട്. മൂന്നാമത്തെ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് വിസ്കസ് ഫോഴ്സസ്. എന്താണ് വിസ്കസ് ഫോഴ്സസ്? എന്താണ് ഈ വിസ്കസ് ഫോഴ്സസ് എന്ന് പറഞ്ഞ സാധനം? ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ എന്ത് വരുന്ന പറയുമ്പോൾ ഫ്ലൂയിഡ് ലെയേഴ്സുകൾ തമ്മിൽ ഇങ്ങനെ ഒരഞ്ഞൊരഞ്ഞൊരഞ്ഞ് പോകും, അവർ തമ്മിൽ ഫ്രിക്ഷൻ ഉണ്ടാകും. ആ ഫ്രിക്ഷണൽ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് വിസ്കസ് ഫോഴ്സ്. അല്ലെങ്കിൽ ഫ്ലൂയിഡ് മെക്കാനിക്സിനകത്തുള്ള ഫ്രിക്ഷൻ, ഫ്ലൂയിഡ്സിനിടയിലുള്ള ഫ്രിക്ഷനെ പറ്റി വിളിക്കുന്ന ഫോഴ്സാണ്, അല്ലെങ്കിൽ ഫ്രിക്ഷണൽ ഫോഴ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? വിസ്കസ് ഫോഴ്സ്. നമ്മൾ പണ്ട് ഏറ്റവും ആദ്യം ഫ്ലൂയിഡ് പ്രോപ്പർട്ടീസിൽ ഏറ്റവും ആദ്യം പഠിച്ചൊരു പ്രോപ്പർട്ടി ഉണ്ട്. ആദ്യം പഠിച്ച പ്രോപ്പർട്ടിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഒരു പ്രോപ്പർട്ടിയാണ് വിസ്കോസിറ്റി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി. അവനാണ് ഈ പറഞ്ഞ ഫ്രിക്ഷന് കാരണക്കാരൻ. വിസ്കോസിറ്റി എന്ന് പറഞ്ഞ പ്രോപ്പർട്ടി ആ ഫ്ലൂയിഡ്സിന് ഇല്ല എങ്കിൽ അവിടെ ഒരിക്കലും എന്തുണ്ടാകത്തില്ല, ഫ്രിക്ഷൻ ഉണ്ടാകത്തില്ല. അപ്പോൾ വിസ്കോസിറ്റി കാരണം ഉണ്ടാകുന്ന ഫോഴ്സ്, അതുകൊണ്ടാണ് പേരെന്ത് വന്നത്? വിസ്കസ് ഫോഴ്സ്. നമുക്ക് എല്ലാവർക്കും മനസ്സിലാകുന്ന ഭാഷയിൽ പറഞ്ഞാൽ എന്താണത്? ഫ്രിക്ഷണൽ ഫോഴ്സാണ്. ഓക്കെ, ദിസ് ഇസ് ഫ്രിക്ഷണൽ ഫോഴ്സ്. ഈ മൂന്ന് ഫോഴ്സുകളും കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മളൊരു ഫ്ലൂയിഡ് ഫ്ലോ അനലൈസ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ മൂന്ന് ഫോഴ്സുകളും ഈ കൺസിഡർ ചെയ്തുകൊണ്ട് നമ്മൾ ഇക്വേഷൻസ് ഡെവലപ്പ് ചെയ്യുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഒരു ഫ്ലൂയിഡ് ഫ്ലോ അനലൈസ് ചെയ്യുകയാണെങ്കിൽ, സച്ച് ടൈപ്പ് ഓഫ് അനാലിസിസ് ഈസ് നോൺ ആസ് നേവിയർ സ്റ്റോക്സ് അനാലിസിസ്. എന്താണ് നേവിയർ സ്റ്റോക്സ് അനാലിസിസ് എന്ന് വിളിക്കും. ഇത് കേൾവിയില്ല, വളരെ നിങ്ങൾക്ക് വളരെ ഫെമിലിയർ ആവാൻ സാധ്യതയില്ല, കാരണം ഇതൊരു ഹൈലി അഡ്വാൻസ്ഡ് ടോപ്പിക്കാണ്. പക്ഷെ ചില സിലബസുകളിൽ നേവിയർ സ്റ്റോക്സ് ഇക്വേഷൻ, നേവിയർ സ്റ്റോക്സ് അനാലിസിസ് ഒന്ന് പറഞ്ഞു പോകും. എന്ന് വെച്ചാൽ അതിൻ്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ, എക്സാമിന് ചിലപ്പോൾ തിയററ്റിക്കലി ചോദിക്കാം എന്താണ് നേവിയർ സ്റ്റോക്സ് അനാലിസിസ്, അല്ലെങ്കിൽ എന്താണ് നേവിയർ സ്റ്റോക്സ് ഇക്വേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പറഞ്ഞാൽ മതി, ഈ പറയുന്ന മൂന്ന് പ്രഷർ ഫോഴ്സുകളും കൺസിഡർ ചെയ്തുകൊണ്ട് ഫ്ലൂയിഡ് ഫ്ലോ അനലൈസ് ചെയ്താൽ അത് നേവിയർ സ്റ്റോക്സ് അനാലിസിസ്. ഈ മൂന്ന് ഫോഴ്സുകളെയും വെച്ചുകൊണ്ട് ഒരു ഇക്വേഷൻ ഡെവലപ്പ് ചെയ്താൽ അത് നേവിയർ സ്റ്റോക്സ് ഇക്വേഷൻ എന്ന് പറയുക. പക്ഷേ നമ്മൾ പഠിക്കുന്നത് എവിടെയാണ്? അഡ്വാൻസ്ഡ് ഫ്ലൂയിഡ് മെക്കാനിക്സിലാണ് ഇതിൻ്റെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ പഠിക്കുന്നത്. നമ്മൾ അഡ്വാൻസിലേക്കൊന്നും പോകുന്നില്ല, നമ്മൾ തുടക്കക്കാരല്ലേ. നമ്മൾ ആദ്യമായിട്ടാണല്ലോ ഫ്ലൂയിഡ് മെക്കാനിക്സ് എഞ്ചിനീയറിംഗിൽ പഠിക്കുന്നത്. അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളൊരു ഒരു മിഡ് ലെവലിലാണ് നമ്മൾ പോകുന്നത്. അപ്പോൾ ഇതിൽ നമുക്ക് ഏറ്റവും പരിചയമുള്ള രണ്ട് ഫോഴ്സുകൾ പിക്ക് ചെയ്യാൻ പറയാം. നിങ്ങൾ ഏത് ഫോഴ്സ് വയ്ക്കുകയും? സാർ നമുക്ക് പ്രഷർ ഫോഴ്സും ഗ്രാവിറ്റേഷണൽ ഫോഴ്സും നമുക്കറിയാം, അത് രണ്ടും എടുക്കാം. അത് രണ്ടും മാത്രമാണ് നമ്മൾ ഇനി പഠിക്കാൻ പോകുന്ന ഫ്ലൂയിഡ് മെക്കാനിക്സിൽ നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഫോഴ്സുകൾ. ബാക്കി ഫോഴ്സ്, അത് ഈ പറഞ്ഞ മൂന്ന് ഫോഴ്സുകൾ പോലും അല്ല, വേറെയും കംപ്രസിബിലിറ്റി ഫോഴ്സ് എന്നൊക്കെ പറഞ്ഞ് വേറെയും ഇഷ്ടംപോലെ ഫോഴ്സുകളുണ്ട്. അതൊക്കെ കുറേ കൂടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഫ്ലൂയിഡ് മെക്കാനിക്സ് പഠിപ്പിക്കുമ്പോൾ മാത്രമാണ് അതൊക്കെ ആവശ്യം. ഇതാണ് ഒരു ജനറൽ കേസ്. ഇതിൽ നമ്മൾ ആരെ കട്ട് ചെയ്യുന്നു? നമ്മൾ ഈ പറഞ്ഞ വിസ്കസ് ഫോഴ്സിനെ കട്ട് ചെയ്യുന്നു. വിസ്കസ് ഫോഴ്സിനെ കട്ട് ചെയ്തിട്ട് ഞാൻ ആരെ മാത്രം എടുക്കുകയാണെന്ന് വിചാരിക്കുക, ഈ കാണുന്ന പ്രഷർ ഫോഴ്സും പിന്നെ ആരെടുക്കുന്നു? നമ്മുടെ ഗ്രാവിറ്റേഷണൽ ഫോഴ്സിനെ മാത്രം ഞാൻ എന്ത് ചെയ്യുന്നു, എടുക്കുന്നു. ഈ രണ്ട് ഫോഴ്സുകൾ വെച്ചുകൊണ്ട് നമ്മളൊരു ഫ്ലൂയിഡ് ഫ്ലോ അനാലിസിസ് ചെയ്യുകയാണെങ്കിൽ സച്ച് ടൈപ്പ് ഓഫ് അനാലിസിസ് നോൺ ആസ് ഓയിലേറിയൻ അപ്രോച്ച്. എന്താണ് ഓയിലേറിയൻ അപ്രോച്ച് അല്ലെങ്കിൽ ഓയിലേറിയൻ അനാലിസിസ് നമുക്ക് വിളിക്കാം.
ചിലർ പിന്നെ യൂളേഴ്സ് ഇക്വേഷൻ എന്ന് ഈ വേർഡിനെ ഒരല്പം വൃത്തികേടാക്കി വിളിക്കാറുണ്ട്. കുറച്ചുകൂടെ നന്നായിട്ട് ഒരു സ്റ്റാൻഡേർഡായിട്ട് പറയുകയാണെങ്കിൽ ഓയിലേറിയൻ അപ്രോച്ച് എന്ന് പറയുന്നതാണ് നല്ലത്. അപ്പോൾ ഓയിലേറിയൻ അപ്രോച്ച് അല്ലെങ്കിൽ ഓയിലേറിയൻ അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഇനി അങ്ങോട്ട് കംപ്ലീറ്റ്ലി ഫ്ലൂയിഡ് ഡൈനാമിക്സ് പഠിക്കാൻ പോകുന്നത്. ഇതിൽ ഈ ഓയിലേഴ്സ് അനാലിസിസ് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്ന ഒരു വളരെ ഫേമസ് ആയിട്ടുള്ളൊരു ഇക്വേഷനാണ്. ഫ്ലൂയിഡ് ഡൈനാമിക്സിൽ എവിടെ നമ്മൾ ഏത് പ്രോബ്ലം എടുത്താലും ഈ ഇക്വേഷൻ ഉപയോഗിക്കാതെ നമുക്ക് മുമ്പോട്ട് പോകാൻ പറ്റത്തില്ല. അത്രത്തോളം ഫേമസ് ആയിട്ടൊരു ഇക്വേഷനാണ്. അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ബെർണോളീസ് ഇക്വേഷൻ. അപ്പോൾ ഓയിലേറിയൻ കൺസെപ്റ്റ് അല്ലെങ്കിൽ ഓയിലേറിയൻ അപ്രോച്ച് ഉപയോഗിച്ച് നമ്മൾ ഡെറൈവ് ചെയ്തെടുക്കുന്ന ഒരു ഇക്വേഷനെ വിളിക്കുന്ന പേരാണ് ബെർണോളീസ് ഇക്വേഷൻ. ഞാനിപ്പോൾ ഇക്വേഷൻ്റെ ഡെറിവേഷൻസിലേക്കൊന്നും പോകുന്നില്ല. ഡെറിവേഷൻസ് ഒക്കെ നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാ സ്റ്റാൻഡേർഡ് ടെക്സ്റ്റ് ബുക്കുകളിലും ഉണ്ട്. പക്ഷേ ഈ ബെർണോളീസ് ഇക്വേഷൻ്റെ ഫൈനൽ ഇക്വേഷനെ നിങ്ങൾ വേണ്ട രീതിയിൽ പരിഗണിക്കാറില്ല. ഡെറിവേഷൻ കാണാൻ പഠിക്കും, ഫൈനൽ ഇക്വേഷനും കാണാൻ പഠിക്കും. എവിടെയൊക്കെ പ്രോബ്ലംസ് ഉണ്ട് അവിടെയെല്ലാം ഇവനെ വാരി വലിച്ചിട്ട് നിങ്ങൾ അങ്ങ് എന്ത് ചെയ്യും, ഉപയോഗിക്കും. അത് പോരാ. ഞാൻ പറഞ്ഞല്ലോ, ഇനി അങ്ങോട്ടുള്ള എല്ലാ പ്രോബ്ലത്തിലും ബെർണോൾസ് ഇക്വേഷൻസ് ഉണ്ട്. അപ്പോൾ ഇതിനെ കുറേ കൂടെ കൺസെപ്ച്വലി നമുക്ക് മനസ്സിലാക്കണം. ആ ഫൈനൽ ഇക്വേഷൻസിനകത്തുള്ള ഓരോ ഇൻഡിവിജ്വൽ ടേംസുകൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കണം. സത്യം പറഞ്ഞാൽ ഇൻഡിവിജ്വൽ ടേംസിലൊക്കെ നമ്മൾ കുഞ്ഞുനാൾ മുതലേ 5th സ്റ്റാൻഡേർഡ് മുതലേ പഠിക്കുന്ന പരിചയമുള്ള ടേംസുകളാണ്. അവനെ വേറൊരു രീതിയിലേക്ക് മാറ്റി വെച്ചിരിക്കുകയാണ്, അല്ലെങ്കിൽ വേറൊരു ഡിഫറെൻറ്റ് വേയിൽ നമ്മളെ മുന്നിൽ ഈ ഓയിലേറിയൻ അപ്രോച്ച് പ്രസൻറ്റ് ചെയ്തതുകൊണ്ടാണ് നമുക്ക് അത്ര ഫെമിലിയാരിറ്റി തോന്നാത്തത്. കുറേ കുട്ടികൾക്ക് അറിയാമായിരിക്കും അതൊക്കെ എന്താണ്, പക്ഷേ മെജോറിറ്റി കുട്ടികൾക്കും ഈ പറയുന്ന ബെർണോൾസ് ഇക്വേഷനകത്തുള്ള ഇൻഡിവിജ്വൽ ടേംസുകൾ എന്തൊക്കെയാണെന്ന് അറിയില്ല. അപ്പോൾ നമുക്കതൊന്ന് ഡീറ്റെയിൽ ആയിട്ട് എന്ത് ചെയ്യാം, പരിചയപ്പെടാം. വരും. സോ ആദ്യം ഞാൻ ബെർണോളീസ് ഇക്വേഷൻ ഒന്ന് എഴുതാം അല്ലേ. ബെർണോളീസ് ഇക്വേഷൻ, ബെർണോളീസ് ഇക്വേഷൻ പറയുന്നത് നോക്കൂ നിങ്ങൾ, P1/ρg plus V1 square by 2g plus Z1 is equal to constant എന്നാണ് ആര് പറയപ്പെടുന്നത്, നമ്മുടെ ബെർണോളിസ് ഇക്വേഷൻ പറയപ്പെടുന്നത്. ഇത് പ്രഷർ, ഇത് വെലോസിറ്റി, ഇത് മറ്റേ ഡേറ്റം ഹൈറ്റ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങൾ പഠിക്കാറുണ്ട്. ഇത് നമുക്ക് പരിചയമില്ലാത്ത ഒരു ഫോമിലാണ് ഇവൻ കിടക്കുന്നത്. ഫ്ലൂയിഡ് മെക്കാനിക്സിൻ്റെ ലാംഗ്വേജിൽ ഏറ്റവും കൂടുതൽ നമ്മൾ ഉപയോഗിക്കുന്ന ബെർണോൾസ് ഇക്വേഷൻ ഇവനെയാണ്. പക്ഷേ ഞാൻ പറയുന്നത് നമ്മൾ സ്കൂളിൽ മുതലേ കണ്ട് പരിചയമുള്ള ടേംസുകളാണ് ഇവരെല്ലാവരും. അതെന്തൊക്കെ ടേംസുകളാണ് നമുക്കൊന്ന് മനസ്സിലാക്കാം. ഞാൻ അതിനുവേണ്ടി എന്ത് ചെയ്യാൻ പോകണമെന്ന് അറിയാമോ, ഈ ഇക്വേഷൻ നോക്കൂ, തൊട്ട് മുകളിലത്തെ ഇക്വേഷനെ ഞാൻ മൾട്ടിപ്ലൈ ചെയ്യാൻ പോകുന്നു ബൈ mg എന്ന് പറയുന്ന വെയിറ്റ് കൊണ്ട്, ഫ്ലൂയിഡിൻ്റെ വെയിറ്റ് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുകയാണ്, മൾട്ടിപ്ലൈ ചെയ്യാൻ. അപ്പോൾ എന്ത് സംഭവിക്കും നമുക്ക് നോക്കാം. നിങ്ങൾ നോക്കൂ mg ഇൻറ്റു P1/ρg പ്ലസ് mg ഇൻറ്റു വാട്ട് V1 square by 2g plus mg into Z1. This is equal to another constant. നോക്കൂ നിങ്ങൾ, നമുക്ക് പരിചയമുള്ള ടേംസുകളാണോ അല്ലേ നമുക്ക് ചെക്ക് ചെയ്യാം. നോക്കൂ, ആരൊക്കെ ഉണ്ട്, ജി കട്ട് ചെയ്ത് പോയി, ലാസ്റ്റ് ടേമിൽ കട്ട് ചെയ്ത് പോകാനൊന്നുമില്ല. ഇതിൽ ഞാൻ ആദ്യം ഈ V1 സ്ക്വയർ എന്ന് പറഞ്ഞ ടേമില്ലേ, ഞാൻ അവനെ നമുക്കൊന്ന് എഴുതി പോകാം. ഇവനെ നോക്കൂ നിങ്ങൾ, ഈ 1/2 ഞാൻ ഹാഫിന് ഞാൻ ആദ്യം എഴുതി, പിന്നെ എമ്മിന് രണ്ടാമത് എഴുതി, ലാസ്റ്റ് ഞാൻ V1 സ്ക്വയർ എഴുതി. നോക്കൂ നിങ്ങൾ, ഹാഫ് V1 സ്ക്വയർ എന്ന് പറയുന്ന കുഞ്ഞുനാൾ മുതലേ പഠിക്കുന്ന കൈനറ്റിക് എനർജിയുടെ വേറൊരു ഫോമാണ് ഈ കിടക്കുന്ന V1 സ്ക്വയർ ബൈ 2g. അപ്പോൾ ഹാഫ് V1 സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഇതാരാണ് നമുക്ക് എല്ലാവർക്കും അറിയാം, ദിസ് ഇസ് കൈനറ്റിക് എനർജി എന്നറിയാം. അവസാനം നടക്കുന്ന കാര്യം ഇനി ഒന്നും ചെയ്യാനില്ല, വെറുതെ അതങ്ങ് ചേർത്ത് എഴുതിയാൽ മതി mgZ1. വാട്ട് ഈസ് mgZ1? നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ച mgh എന്ന് പറഞ്ഞ പൊട്ടൻഷ്യൽ എനർജി ഇല്ലേ, ആ h എന്ന് പറഞ്ഞ വെർട്ടിക്കൽ ഹൈറ്റ് ആണ്. ഫ്ലൂയിഡ് ഡൈനാമിക്സിലെ വെർട്ടിക്കൽ ഹൈറ്റിന് നമ്മൾ Z1 Z2 കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, റെപ്രസെന്റ് ചെയ്യുന്നത്. അപ്പോൾ അതേ പൊട്ടൻഷ്യൽ എനർജി തന്നെയാണ് ഈ പൊട്ടൻഷ്യൽ എനർജി. സോ ദ ലാസ്റ്റ് ടേം ഈസ് വാട്ട്, പൊട്ടൻഷ്യൽ എനർജി. ദിസ് ഈസ് ഈക്വൽ ടു അനദർ കോൺസ്റ്റന്റ്. ഇനി നിങ്ങൾ നോക്കൂ, മാസ് ബൈ P1/ρ നമ്മൾ പണ്ട് സ്കൂളിൽ പഠിച്ചിട്ടുണ്ട്. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു സിംപ്ലി മാസ് ബൈ വോളിയം, ഓർ മാസ് ഈസ് ഈക്വൽ ടു അല്ലെങ്കിൽ അതെ മാസ് ബൈ റോ. ഈ റോയിങ് കൊണ്ടുവന്നു. അപ്പോൾ വോളിയം ഈക്വൽ ടു എന്തായി മാറും, മാസ് ബൈ ഡെൻസിറ്റി ആയി മാറും. നോക്കൂ നിങ്ങൾ, ഈ കാണുന്ന മാസ് ബൈ ഡെൻസിറ്റിക്ക് വേറെ നമുക്ക് എന്ത് കൊടുക്കാം, വോളിയം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യൂടെ. സോ ഹിയർ P1 ഇൻറ്റു V1. വാട്ട് ഈസ് ദിസ് V1? ദിസ് ഇസ് അവർ വോളിയം. അല്ലെങ്കിൽ ഞാൻ ഇവനെ ഇനിയിപ്പോൾ ഡൗട്ട് വരണ്ട, ദിസ് ഇസ് വോളിയം VOL വോളിയം P1 V1. അപ്പോൾ ഈ കാണുന്ന P1 V1 എന്താണ്,
വാട്ട് ഈസ് ദിസ് P1 P1? ഞാൻ പണ്ട് സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട് നിങ്ങളെ, അല്ലെങ്കിൽ സ്കൂളിലല്ല, ഈ നമ്മളെ എഞ്ചിനീയർ ഫ്ലൂയിഡ് മെക്കാനിക്സിന്റെ ഫസ്റ്റ് ആദ്യ കാലഘട്ടങ്ങളെ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ട്. പ്രഷറിന് ഒരു പുതിയ ഡെഫിനിഷൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് പ്രഷർ? പ്രഷർ ഈസ് ഇക്വൽ ടു സിംപ്ലി എനർജി ബൈ വോളിയം എന്ന് ഞാൻ നിങ്ങളെ പഠിപ്പിച്ചിട്ടുണ്ട്. സോ എനർജി ഈസ് ഇക്വൽ ടു വാട്ട്? പ്രഷർ ഇൻറ്റു വോളിയം എന്ന് പഠിച്ചിട്ടുണ്ട്. ദിസ് ഇസ് എനർജി. അപ്പോൾ ഈ കാണുന്ന ഫസ്റ്റ് ടേം P1 V1 എന്ന് പറഞ്ഞ സാധനം എന്ത് തന്നെയാണ്? എനർജിയാണ്. പക്ഷേ എന്ത് എനർജിയാണ്? ദാറ്റ് ഈസ് പ്രഷർ എനർജിയാണ്. എന്ത് എനർജിയാണ്? ദാറ്റ് ഈസ് പ്രഷർ എനർജി. ഇത് മാത്രമാണ് നമ്മൾ ആദ്യമേ പണ്ടേ പഠിക്കാത്തൊരു പുതിയൊരു എനർജി. അത് ഈ ക്ലാസ്സിൽ ഞാൻ ഏറ്റവും ആദ്യം പഠിപ്പിച്ചിട്ടുണ്ട്. ആ ഫസ്റ്റ് ക്ലാസ്സിലെടുത്ത് നോക്കിയാൽ മതി. പ്രഷറിന് നിങ്ങൾക്ക് ഇതുവരെ പരിചയമില്ലാത്ത പുതിയൊരു എനർജി പഠിപ്പിച്ചിട്ടുണ്ട്. പ്രഷർ ഈസ് ഇക്വൽ ടു എനർജി പെർ യൂണിറ്റ് വോളിയം എന്ന്. സാധാരണ പ്രഷർ ഈസ് ഇക്വൽ ടു ഫോഴ്സ് പെർ യൂണിറ്റ് ഏരിയ എന്ന് പഠിക്കാറുണ്ട്. പക്ഷേ ഫ്ലൂയിഡ് മെക്കാനിക്സ് വരുമ്പോൾ എനർജി പെർ യൂണിറ്റ് വോളിയമാണ് കുറേ കൂടെ ആപ്റ്റായിട്ടുള്ള ഒരു ഡെഫിനിഷൻ. ആ ഡെഫിനിഷൻ പഠിച്ചാൽ ബെർണോളിസ് ഇക്വേഷൻ നമുക്ക് വളരെ ഫെമിലിയറായി മാറും. ഇനി നമുക്ക് നോക്കണം. ഇനിയും ഇവനെ പല പല കോലത്തിലേക്ക് നമുക്ക് ഇവർ മാറ്റി മാറ്റി പറയും. നമുക്ക് ആ കോലങ്ങളും കൂടെ എന്ത് ചെയ്യണം? പഠിക്കണം. നോക്കൂ, എനർജി ആണെന്ന് പഠിച്ചിട്ടുണ്ടല്ലോ. വാട്ട് ഈസ് എനർജി? mg/z1. നോക്കൂ, mg/z1. വാട്ട് ഈസ് എം? യൂണിറ്റ് എന്താണ്? കിലോഗ്രാം ആണ്. ജി എന്താണ്? മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ജി എന്താണ്? മീറ്റർ പെർ ആക്സിലറേഷൻ്റെ ഇക്വേഷൻ അത് മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആണ്. ഇവ എന്താണ്? മീറ്റർ ആണ്. നോക്കൂ, ഇവൻ നമുക്ക് എങ്ങനെ മാറ്റാം? കിലോഗ്രാം മീറ്റർ പെർ സെക്കൻഡ് സ്ക്വയർ ആയി ഇവൻ ആരായി മാറും? ന്യൂട്ടനായി മാറും. പിന്നെ ഒരു മീറ്റർ ഉണ്ട്, ന്യൂട്ടൺ മീറ്റർ ആരായി മാറും? ജൂളായി മാറും. അതായത് ഈ കിടക്കുന്നവന്മാരെല്ലാത്തിൻ്റെയും യൂണിറ്റ് എന്താണ്? എനർജി ആയതുകൊണ്ട് ഈ പൊട്ടൻഷ്യൽ എനർജിയുടെ യൂണിറ്റും ജൂളിലാണ്, കൈനറ്റിക് എനർജിയുടെ യൂണിറ്റും ജൂളിലാണ്, പ്രഷർ എനർജിയുടെ യൂണിറ്റും എന്താണ്? ജൂളിലാണ്. കാരണം ഇവരെല്ലാം എനർജിയുടെ ഫോമിൽ കിടക്കുകയാണ്. ഈ എനർജിയെ പെർ യൂണിറ്റ് വെയിറ്റിൽ റെപ്രസെന്റ് ചെയ്യുന്ന ഇക്വേഷനാണ് തൊട്ടിൽ മുകളിൽ കിടക്കുന്ന ഇക്വേഷൻ. ഇല്ലേ? കാരണം ഇതിനെ mg കൊണ്ട് മൾട്ടിപ്ലൈ തൊട്ട് മുകളിൽ ഇവിടെ കിടക്കുന്ന ഇക്വേഷൻ. mg കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഇക്വേഷനാണ് ഇവൻ. അപ്പോൾ ഈ ഇക്വേഷൻ നിങ്ങൾ mg കൊണ്ട് ഡിവൈഡ് ചെയ്താൽ എന്ത് കിട്ടും? നിങ്ങൾക്ക് ഈ ഇക്വേഷൻ കിട്ടും. സോ ദിസ് ഈസ് എനർജി പെർ യൂണിറ്റ് വെയിറ്റ്. ദിസ് ഇക്വേഷൻ ഈസ് നോൺ ആസ് എനർജി പെർ യൂണിറ്റ് വെയിറ്റ്. എനർജി പെർ യൂണിറ്റ് വെയിറ്റ്. എനർജി പെർ യൂണിറ്റ് വെയിറ്റിലാണ്. ഈ എനർജി പെർ യൂണിറ്റ് വെയിറ്റിനെ വിളിക്കുന്ന ഒരു ഫേമസ് നെയിമാണ്, അല്ലെങ്കിൽ ഫ്ലൂയിഡ് മെക്കാനിക്കൽ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു പേരാണ് ഹെഡ് എന്ന് പറയുന്ന സാധനം. അതായത് എനർജി ഹെഡ് എന്ന് വിളിക്കും. എന്ത് ഹെഡ് എന്ന് വിളിക്കും? എനർജി ഹെഡ്. കാരണം നോക്കൂ, നിങ്ങൾ യൂണിറ്റ് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും. വാട്ട് ഇസ് യൂണിറ്റ് ഓഫ് Z1? Z1 എന്ന് പറഞ്ഞാൽ വെർട്ടിക്കൽ ഹൈറ്റ് ആണ്. ഇവന്റെ യൂണിറ്റ് എന്തിലാണ്? മീറ്ററിലാണ്. അപ്പോൾ ഈ കാണുന്ന V1 സ്ക്വയർ പറ്റിയൊരു യൂണിറ്റ് എന്തിലായേ പറ്റൂ? മീറ്ററിലായേ പറ്റൂ. ഈ കാണുന്ന P1/ρ യൂണിറ്റ് എന്തിലായേ പറ്റൂ? മീറ്ററിൽ ആയേ പറ്റൂ. അപ്പോൾ ഇവന്റെ എല്ലാവരുടെയും യൂണിറ്റ്സ് മീറ്ററിലാണ്. കാരണം ഒരെണ്ണം മീറ്ററിലാണെങ്കിൽ ബാക്കി എല്ലാ മീറ്ററിലായല്ലേ കൂട്ടാൻ പറ്റൂ. ഇതെല്ലാം ഇതെല്ലാം ഒരു ചക്ക പ്ലസ് ഒരു ചക്ക പ്ലസ് ഒരു ചക്കയാണെങ്കിൽ 3 ചക്കയാവത്തുള്ളൂ. ഇപ്പോൾ ഒരു ചക്കയും ഒരു മാങ്ങയും ഒരു തേങ്ങയാണെങ്കിൽ കൂട്ടാൻ പറ്റുമോ? ഡിഫറൻറ്റ് യൂണിറ്റ്സിൽ നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല. അപ്പോൾ എല്ലാവരും ഒരേ യൂണിറ്റിലായേ മതിയാകും. അപ്പോൾ ഇവരുടെ എല്ലാവരും യൂണിറ്റ് മീറ്ററിലാണ്. ഈ മീറ്ററിൽ എനർജിയെ റെപ്രസെന്റ് ചെയ്യുന്ന വിളിക്കുന്ന പേരാണ് ഹെഡ് എന്ന് ഞാൻ അവിടെ പറഞ്ഞ കാര്യം. അതാണ് എനർജി പെർ യൂണിറ്റ് വെയിറ്റ്, ഹെഡ്. അപ്പോൾ ഈ കാണുന്ന ഹെഡ് എന്താ? ഇവന്റെ പേര് എന്തായി മാറും? ദിസ് ഇസ് പ്രഷർ ഹെഡ് എന്ന് വിളിക്കാം. ഈ പ്രഷർ എനർജി ഹെഡിനെ നമ്മൾ ഷോർട്ടാക്കി വിളിക്കുന്ന പേരാണെന്ത്? പ്രഷർ ഹെഡ്. ഇവൻ ആരാണ്? കൈനറ്റിക് എനർജി ഹെഡാണ്. സോ അവനെ വിളിക്കുന്ന പേരാണ് കൈനറ്റിക്. തെറ്റിപ്പോയി അല്ലേ? സ്പെല്ലിംഗ്. കൈനറ്റിക് ഹെഡായി മാറുന്നു. ഇവനെ വിളിക്കുന്ന പേരാണത് പൊട്ടൻഷ്യൽ ഹെഡ്. എന്താണ്? പൊട്ടൻഷ്യൽ ഹെഡ്. അപ്പോൾ ബെർണോളിസ് ഇക്വേഷൻസിന്റെ 2 വളരെ ഫേമസ് ആയിട്ടുള്ള ഫോമുകൾ നമ്മൾ പരിചയപ്പെട്ടു. ഇതിൽ നമ്മൾ ഏറ്റവും കൂടുതൽ പ്രോബ്ലം ചെയ്യുമ്പോൾ യൂസ് ചെയ്യുന്ന ഒരു ഇക്വേഷൻ, അല്ലെങ്കിൽ മിക്കവാറുമുള്ള ടെക്സ്റ്റ് ബുക്കുകളിലും കിടക്കുന്ന ഫോർമാറ്റ് എന്ന് പറയുന്നത് P1/ρg പ്ലസ് V1/2g പ്ലസ് Z1 ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ്. ഇത് പറയുന്നത് എന്തറിയാമോ? ഒരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ അവൻ്റെ ആ ഫ്ലോയിങ് ഫ്ലൂയിഡിന്റെ കയ്യിലുള്ള മെക്കാനിക്കൽ എനർജിയെ പറ്റി ഡിസ്കസ് ചെയ്യാൻ ആര് ചെയ്യുന്നത്? ബെർണോളിസ് ഇക്വേഷൻ ചെയ്യുന്നത്. അതായത് പ്രഷർ ഒരു മെക്കാനിക്കൽ എനർജിയാണ്, കൈനറ്റിക് എനർജി മെക്കാനിക്കൽ എനർജിയാണ്, Z1 പൊട്ടൻഷ്യൽ എനർജി എന്ന് പറയുന്നത് ഒരു മെക്കാനിക്കൽ എനർജിയാണ്. അതൊരു ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ അവൻ്റെ കയ്യിൽ പ്രഷർ എനർജി ഉണ്ട്, അവൻ ഫ്ലോ ചെയ്യുന്നതുകൊണ്ട് അവന് ഒരു വെലോസിറ്റി ഉണ്ട്, അപ്പോൾ അവന് കൈനറ്റിക് എനർജി ഉണ്ട്. അവന് പെർട്ടിക്കുലർ ഡേറ്റം ഹൈറ്റിലാണ് അവൻ ഫ്ലോ ചെയ്യുന്നതെങ്കിൽ അവൻ്റെ കയ്യിൽ ആരുമുണ്ട്? പൊട്ടൻഷ്യൽ എനർജിയും ഉണ്ട്. ഈ 3 എനർജികളും കൊണ്ടാണ് ഒരു ഫ്ലൂയിഡ് എന്ത് ചെയ്യുന്നത്? ഫ്ലോ ചെയ്യുന്നത്. ആ എനർജികളെല്ലാം മെക്കാനിക്കൽ ഫോം ആയതുകൊണ്ട് നമ്മൾ മെക്കാനിക്കൽ ഫോം എന്ന് വിളിക്കുന്നു. ഇതാണ് നമ്മളെ ബെർണോളിസ് ഇക്വേഷൻ. ഇനി ബെർണോളിസ് തിയറം എന്ത് പറയുന്നു നോക്കണ്ടേ? ഈ ബെർണോളിസ് തിയറം ഉപയോഗിച്ചാണ് നമ്മൾ പ്രോബ്ലംസുകളെല്ലാം സോൾവ് ചെയ്യുന്നത്. സോ നമ്മൾ ബെർണോളിസ് തിയറത്തിലേക്ക് കടക്കുകയാണ്. എന്താണ് ബെർണോളിസ് തിയറം? ബെർണോളിസ് തിയറം ഈ തൊട്ട് മുമ്പേ പറഞ്ഞ ഈ പറയുന്ന 3 മെക്കാനിക്കൽ എനർജി ഉണ്ടല്ലോ, ആ മെക്കാനിക്കൽ എനർജിയുടെ കൺസർവേഷനെ വിളിക്കുന്ന പേരാണ് ബെർണോളിസ് തിയറം. അതായത് ആ കൺസർവേഷൻ ഞാൻ പറഞ്ഞത്. ഫോർ എക്സാമ്പിൾ, കൺസിഡർ എ ഫ്ലൂയിഡ് ഫ്ലോ.
നോക്കുക, ഈ പൈപ്പിലൂടെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുകയാണ്. ഈ കാണുന്നത് സെക്ഷൻ 1 ആണ്, ഈ കാണുന്നത് സെക്ഷൻ 2 ആണ്. ഫ്ലൂയിഡ് ഈസ് ഫ്ലോയിങ് ഇൻ ദിസ് ഡയറക്ഷൻ. അങ്ങനെയാണെങ്കിൽ ബെർണോളിസ് തിയറം പറയുന്നത് എന്തെന്നറിയാമോ? നോക്കൂ നിങ്ങൾ, P1/ρg പ്ലസ് V1/2g പ്ലസ് Z1 ഈസ് ഈക്വൽ ടു P2/ρg പ്ലസ് V2/2g പ്ലസ് Z2. അതായത് മെക്കാനിക്കൽ എനർജി ഈസ് കൺസേർവ്ഡ്. സെക്ഷൻ 1 ടോട്ടൽ എത്ര മെക്കാനിക്കൽ എനർജി ഉണ്ടോ അതേ എനർജി തന്നെ ആയിരിക്കണം സെക്ഷൻ 2. അതല്ലാതെ സെക്ഷൻ 2 P1/ρg ആണെങ്കിൽ അതേ P1/ρg അവിടെ വരണം, P2/ρg മാറണമെന്നല്ല. അത് P1/ρgയുടെ വാല്യൂ 100 ആണെങ്കിൽ P2/ρgയുടെ വാല്യൂ 100 ആയിരിക്കണം. V1/2/2gയുടെ വാല്യൂ 10 ആണെങ്കിൽ V2/2/2gയുടെ വാല്യൂ 10 ആവണം. Z1 ഒരു 5 ആണെങ്കിൽ Z2 5 ആകണം എന്നല്ല എൻ്റെ അർത്ഥം. ഈ കാണുന്ന വാല്യൂസിൽ മാറ്റം വരാം, പക്ഷെ ഓവറോൾ ടോട്ടൽ സം എന്തായിരിക്കണം? സെയിം ആയിരിക്കണം. ഈ എനർജി കൺസേർവ് ചെയ്യപ്പെടുന്നു എന്നാണ് ആര് പറയപ്പെടുന്നത്? ബെർണോളിസ് തിയറം പറയുന്നത്. പക്ഷേ ഈ ബെർണോളിസ് തിയറം എന്താണ് അപ്ലൈ ചെയ്യാൻ പറ്റണമെങ്കിൽ കുറച്ച് കണ്ടീഷൻസുകൾ സാറ്റിസ്ഫൈ ചെയ്യണം. അതിൽ ഒന്നാമത്തെ കണ്ടീഷൻ മിക്കവാറും ചോദിക്കും, അസംഷൻസ് ഫോർ ബെർണോളിസ് ഇക്വേഷൻസ്. ഞാനിപ്പോൾ എഴുതി സമയം കളയുന്നില്ല. ഒന്നാമത്തത് ഐഡിയൽ ഫ്ലോ ആയിരിക്കണം, ഇൻവിസിഡ് ഫ്ലോ ആയിരിക്കണം. അതായത് ഈ ഫ്ലൂയിഡിന് വിസ്കോസിറ്റി ഇല്ല, ഫ്രിക്ഷൻ ഒന്നും ഇല്ലാത്ത ഫ്ലോ ആയിരിക്കണം. 2, അതൊരു സ്റ്റഡി ഫ്ലോ ആയിരിക്കണം. 3, അതൊരു ഇൻകംപ്രസിബിൾ ഫ്ലോ ആയിരിക്കണം. 4, അതൊരു ഇറൊട്ടേഷണൽ ഫ്ലോ ആയിരിക്കണം. ഈ 4 കണ്ടീഷൻസുകൾ സാറ്റിസ്ഫൈ ചെയ്താൽ മാത്രമേ നമുക്ക് ഇങ്ങനെ ഇക്വേഷൻസ് എഴുതാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഇത് എന്താണ്? ദിസ് ഇസ് എ കൈൻഡ് ഓഫ് ഐഡിയ. ഈ പറയുന്ന അസംപ്ഷൻസ് എല്ലാം സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ടുള്ള ഇക്വേഷൻസ് ആണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. പക്ഷേ ചില കേസുകളുണ്ട്, ചില ആക്ച്വൽ കേസുകളുണ്ട്. ഫ്ലൂയിഡുകൾ ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ ബെർണോളിസ് ഇക്വേഷൻ എന്ത് ചെയ്യത്തില്ല? ബെർണോളിസ് തിയറം സാറ്റിസ്ഫൈ ചെയ്യത്തില്ല. അതായത് സെക്ഷൻ 1 എനർജി ഇത്രയും എനർജി ഈക്വൽ സെക്ഷൻ 2 ഇത്രയും എനർജി ആകണമെന്ന് നിർബന്ധമില്ല. ഇവിടെ ഇപ്പം നോക്കൂ, സെക്ഷൻ 1 ഇതെല്ലാം കൂടെ ഞാൻ കൂട്ടി, ഈ കാണുന്ന സെക്ഷൻ 1 മൊത്തം എനർജി ഞാൻ കൂട്ടി. എന്തോടെ നോക്കുക, മൊത്തം എനർജി ഞാൻ കൂട്ടിയപ്പോൾ എനിക്ക് എത്ര കിട്ടി? ഒരു 100 കിട്ടി. അങ്ങനെയാണെങ്കിൽ ഇവിടുത്തെ മൊത്തവും കൂട്ടുമ്പോൾ എനിക്ക് എത്ര കിട്ടണം? 100 കിട്ടണം. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ പിന്നെ ജനറലി പറയുന്നതാണ് ഐഡിയൽ ഫ്ലൂയിഡ് ഫ്ലോ എന്ന് വിളിക്കും. ഇനി റിയൽ ഫ്ലൂയിഡ് ഫ്ലോ. എന്ത് ഫ്ലൂയിഡ് ഫ്ലോ ആണ്? റിയൽ ഫ്ലൂയിഡ് ഫ്ലോ. റിയൽ ഫ്ലൂയിഡ് ഫ്ലോ. ഈ റിയൽ ഫ്ലൂയിഡ് ഫ്ലോ പറയുന്നത് നോക്കൂ നിങ്ങൾ, എന്തുണ്ട്? ഈ പറയുന്ന ആരുണ്ട്? ഒരു ഫ്ലൂയിഡ് ഫ്ലോ ഉണ്ട്. സെക്ഷൻ 1, ദിസ് ഈസ് സെക്ഷൻ 1 ആണ്, ദിസ് ഈസ് സെക്ഷൻ 2 ആണ്, ദിസ് ഈസ് ദ ഡയറക്ഷൻ ഓഫ് ദ ഫ്ലൂയിഡ് ഫ്ലോ വിചാരിക്കുക. ഇവിടെ നമ്മൾ P1/ρg പ്ലസ് V1/2g പ്ലസ് Z1 ഈസ് ഈക്വൽ ടു P2/ρg പ്ലസ് V2/2g പ്ലസ് Z2 ഞാൻ എഴുതി, ഈക്വൽ ആണെന്ന് എഴുതി. ഞാൻ ഇവൻ്റെ വാല്യൂസ് ഒക്കെ ഒന്ന് കാൽക്കുലേറ്റ് നോക്കിയപ്പോൾ നോക്കൂ, ഈ P1/ρg പ്ലസ് V1/2/2g പ്ലസ് Z1 കൂട്ടി നോക്കിയപ്പോൾ എനിക്ക് എത്ര കിട്ടി? 100 കിട്ടി. അതേപോലെ തന്നെ ഈ കാണുന്ന P2/ρg പ്ലസ് V2/2/2g പ്ലസ് Z 90 കിട്ടിയുള്ളൂ. കാരണം സെക്ഷൻ 1 സെക്ഷൻ 2 എനർജി എന്തായില്ല? ഈ പറഞ്ഞ 3 ഇൻഡിവിജ്വൽ എനർജിയുടെ സമ്മ് കൂട്ടിയപ്പോൾ 2 പേരും ഈക്വൽ ആയില്ല. കാരണം ഇത് ഐഡിയൽ ഫ്ലൂയിഡ് ഫ്ലോ അല്ല, ഇത് റിയൽ ഫ്ലൂയിഡ് ഫ്ലോ ആണ്. അപ്പോൾ ഈ കാണുന്ന പൈപ്പിലൂടെ ഫ്ലൂയിഡ് ഫ്ലോ ചെയ്യുമ്പോൾ അവിടെ എന്ത് സംഭവിക്കും? ഫ്രിക്ഷൻ സംഭവിക്കും. ഫ്രിക്ഷൻ കാരണം കുറച്ച് എനർജി എന്ത് ചെയ്യപ്പെടും? നഷ്ടപ്പെടും. അപ്പോൾ ഇത് രണ്ടും ഈക്വൽ ആകണമെങ്കിൽ ഇവിടെ എന്ത് കൂട്ടണം? ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ കൂട്ടണം. അവനെ നമ്മൾ വിളിക്കുന്ന പേരാണ് HL. ഈ HL ഞാൻ കൂട്ടി നോക്കിയപ്പോൾ എത്ര കിട്ടി? 10 കിട്ടി. അപ്പോൾ റിയൽ ഫ്ലൂയിഡ് ഫ്ലോ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹെഡ് ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. അത് ക്വസ്റ്റ്യനിൽ ശ്രദ്ധിച്ച് നോക്കണം. ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കും എവിടെയെങ്കിലും ലോസുകളുണ്ടോ, ലോസുകളില്ല എന്നൊക്കെ പറയും. ഇത് ഐഡിയൽ ഫ്ലൂയിഡ് ഫ്ലോ ആണെങ്കിൽ നിങ്ങൾ ഏത് ഇക്വേഷൻ യൂസ് ചെയ്യണം? ഈ ഇക്വേഷൻസ് യൂസ് ചെയ്യണം. ക്വസ്റ്റ്യനിൽ ഇപ്പോൾ ഒന്നും പറയുന്നില്ല, ഐഡിയൽ ആണെന്നോ റിയൽ ആണെന്നൊന്നും പറയുന്നില്ലെങ്കിൽ നമുക്ക് എന്ത് അസ്യൂം ചെയ്യാം? വി ക്യാൻ അസ്യൂം ദ ഫ്ലോ ആസ് ഐഡിയൽ ഫ്ലൂയിഡ് ഫ്ലോ. അപ്പോൾ നമുക്ക് നേരെ നമ്മളെ ബെർണോളിസ് തിയറം പറയുന്ന ഡയറക്റ്റ് ഇക്വേഷൻസ് അപ്ലൈ ചെയ്യാം. രണ്ടാമത്തെ കേസ് റിയൽ ഫ്ലൂയിഡ് ഫ്ലോ ആണെങ്കിൽ അവർ എവിടെയെങ്കിലും ഒരു ഹിൻഡ് തന്നിരിക്കും, എവിടെയാണ് ഈ ലോസുകൾ ഉണ്ടാകുന്നതെന്ന് ഹിൻഡ് അവർ തന്നിരിക്കും. ആ ഹിൻഡ് ഉള്ളൊരു പ്രോബ്ലംസുകൾ ഞാൻ വർക്കൗട്ട് ചെയ്യുന്നതാണ്. അതോടെ ആ പ്രോബ്ലംസോടെ കാണുമ്പോൾ കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാവും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ ബെർണോളിസ് പ്രിൻസിപ്പിൾ അറ്റ്ലീസ്റ്റ് ഡെറിവേഷൻ നിങ്ങൾ പഠിച്ചോളൂ, പ്രശ്നമില്ല, ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. പക്ഷേ ഈ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരിക്കണം. ഒന്ന്, ബെർണോളിസ് ഇക്വേഷൻ്റെ ഫോർമാറ്റ്, അതിൻ്റെ യൂണിറ്റുകൾ, അതിന് പറയുന്ന പേരുകൾ, അത് നമുക്ക് പണ്ടേ അറിയാവുന്നുള്ള ഫെമിലിയർ ആയിട്ടുള്ള ടേമുകളാണെന്ന് പറയുന്ന തൊട്ട് താഴത്തെ ഇക്വേഷൻസുകൾ. പിന്നെ ഈ പറഞ്ഞ ബെർണോളിസ് തിയറം ഫോർ റിയൽ ഫ്ലൂയിഡും ഫോർ ഐഡിയൽ ഫ്ലൂയിഡും. ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്തേ മതിയാകൂ? കൺസെപ്ച്വലി പഠിച്ചേ മതിയാകൂ. കാരണം കൺസെപ്ച്വലി പഠിച്ചാൽ മാത്രമേ പ്രോബ്ലത്തിൽ നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റത്തുള്ളൂ. ഇതിനെ വെറുതെ ബൈഹാർട്ട് ചെയ്യരുത്.
ഡെറിവേഷൻസ് ഒരു പക്ഷേ ബൈ ഹാർട്ട് ചെയ്താൽ പോലും ആ ഫൈനൽ ഇക്വേഷൻസിൻ്റെ യഥാർത്ഥ മീനിങ്ങുകൾ നിങ്ങൾ എന്ത് ചെയ്യണം, കൃത്യമായി പഠിക്കണം. എങ്കിലേ കാരണം അത് നമുക്ക് പിന്നീട് പല പല സന്ദർഭങ്ങളിൽ പല പല രൂപത്തിൽ ഉപയോഗിക്കാനുള്ളതാണ്. ആ ഡെറിവേഷൻസ് ചോദിച്ചാൽ അതേപോലെ നമുക്ക് എന്ത് ചെയ്യാം, കോപ്പി പേസ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അത് ഞാൻ ബൈഹാർട്ട് ചെയ്യാനല്ലോ എപ്പോഴും മനസ്സിലാക്കി പഠിക്കുന്നതാണ് നല്ലത്. പക്ഷേ ബൈഹാർട്ട് ചെയ്താൽ പോലും ഡെറിവേഷൻ ചോദിച്ചാൽ ഡെറിവേഷൻ അതേപോലെ അങ്ങ് എഴുതി കൊടുത്താൽ മതി. ആ ഡെറിവേഷൻസിന് ഇടയിൽ പിന്നെ എന്തൊന്നും വരത്തില്ല, യൂണിവേഴ്സിറ്റി എക്സാംസിന് മാറ്റങ്ങളില്ല. പക്ഷേ ഫൈനൽ ഇക്വേഷൻസ് പല പല ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇക്വേഷൻസിൽ പല പല രീതികളിൽ നമുക്ക് അപ്ലൈ ചെയ്യാനുള്ളതാണ്. അതുകൊണ്ടാണ് ആ ഫൈനൽ ഫോർമാറ്റിൻ്റെ യഥാർത്ഥ അർത്ഥം നിങ്ങൾ കൃത്യമായി പഠിച്ചേ മതിയാവും. ഓക്കെ അല്ലേ? നമുക്ക് നേരെ പ്രോബ്ലത്തിലേക്ക് പോവാം.